നായന്മാർമൂല ദേശീയപാതയിൽ മീൻ ലോറി ബൈക്കിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ആലമ്പാടി സ്വദേശി റഫീഖാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു ദാരുണമായ അപകടം നടന്നത്. കാസർഗോഡ് ഭാഗത്തുനിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന മീൻ ലോറി റഫീഖ് സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ഇടിക്കുകയായിരുന്നു. മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയെ മറികടക്കാൻ ലോറി ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ റഫീഖിന്റെ തല ഡിവൈഡറിലും ഇരുമ്പ് കമ്പിയിലും ഇടിക്കുകയായിരുന്നു. ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിലും അപകടത്തിന്റെ തീവ്രതയിൽ അത് പൂർണ്ണമായും തകർന്നുപോയി. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് വിദ്യാനഗർ പോലീസും കാസർഗോഡ് നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തി റോഡ് വൃത്തിയാക്കിയ ശേഷമാണ് ഗതാഗതം സാധാരണ നിലയിലാക്കിയത്. അപകടമുണ്ടാക്കിയ മീൻ ലോറിയും ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വളം വ്യാപാരിയായ റഫീഖ് നാട്ടുകാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്നു. ഭാര്യയും 14 വയസ്സുള്ള മകനും ഒരു മകളും അടങ്ങുന്നതാണ് റഫീഖിന്റെ കുടുംബം. ആസ്ക് ആലമ്പാടി മുൻ പ്രസിഡന്റായിരുന്നു അന്തരിച്ച റഫീഖ്. റഫീഖിന്റെ അപ്രതീക്ഷിത മരണവാർത്ത പ്രദേശത്തെ വലിയ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സ്വന്തമായി പണിത പുതിയ വീട്ടിലേക്ക് 2 മാസം മുൻപാണ് റഫീഖ് താമസം മാറിയത്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.